ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അടിപൊളിയായിട്ടുള്ള ശർക്കര അട പായസം ഉണ്ടാക്കിയെടുക്കാം. അട കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അരമണിക്കൂർ കുതിർത്തെടുക്കാം. രണ്ട് ലിറ്റർ പാല് 3 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കാം. തിളച്ച പാലിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായി വേവിച്ചെടുക്കാം. പകുതി വേവാകുമ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് ഇളക്കി വീണ്ടും നന്നായി വേവിച്ചെടുക്കാം. ശർക്കര പാനി ഒഴിച്ച് നന്നായി ഇളക്കി വേണം അട വേവിച്ചെടുക്കാൻ. അട വെന്ത് പാകമാകുമ്പോൾ അടയും വെള്ളവും ഒപ്പം നിൽക്കും. കുറുകി വരുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത, അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് വേണം പായസം റെഡിയാക്കിയെടുക്കാൻ. ഈ സമയത്ത് ഇതിലേക്ക് 2 തേങ്ങയുടെ ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുക്കാം. പായസം വെന്ത് പാകമായി വരുമ്പോൾ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പായസം വെന്ത് കുറുകി വരുമ്പോൾ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ച് ഫസ്റ്റ് പാല് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിലൊന്ന് തൂമിച്ചിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളൊന്ന് പായസം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര അട പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്.